ഒരിക്കലും വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവനെ നിന്നിൽപ്പെട്ടവനല്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ലോകത്ത് ഒരാളും വർഗീയതയ്ക്ക് കൽപ്പിക്കാത്ത നിർവചനം കൽപ്പിച്ച മഹാൻ ഒരാളെ ലോകത്തുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹിയോട് അപ്പ തന്നെ സ്വഹാബത്ത് എഴുന്നേറ്റ് ചോദിച്ചു, മൽ അസബിയ്യത്തു യാ റസൂലല്ലാഹ്, എന്താണ് ഈ വർഗീയത? എന്താണ് ഈ വർഗീയത? ഒരു ചോദ്യമാണല്ലോ. എന്താണ് ഈ വർഗീയത? ഒന്ന് നിർവചിച്ചു തരണമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ എന്താ മറുപടി പറഞ്ഞത്? പ്രവാചകർ പറഞ്ഞ മറുപടി വളരെ കൃത്യമായി ഹദീസിന്റെ കിതാബിൽ കാണാം. ആ ഹദീസ് നിവേദനം ചെയ്ത സ്ഥലത്ത് തന്നെ വളരെ വ്യക്തമായി ചോദ്യവും കാണാം. മൽ അസബിയ്യത്തു, റസൂൽ പറഞ്ഞ മറുപടി എന്താ? അൻ തുഈന ഖൗമക അലൽ ദുൽം, അതാണ് വർഗീയത. നീ നിന്റെ സ്വന്തക്കാരെ അക്രമത്തിന് സഹായിക്കുക. ദുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം. എന്താ ഇതിന്റെ ആശയം? ഇത്ര നല്ല ഒരാശയം വർഗീയതക്ക് സമർപ്പിച്ച ഒരു നേതാവ് ലോകത്തുണ്ടായിട്ടില്ലല്ലോ. ഒരാളും വർഗീയതക്ക് ഇങ്ങനത്തെ ഒരു നിർവചനം പറഞ്ഞിട്ടില്ലല്ലോ. വർഗീയത ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം അതാണ്. എന്താണ് കാരണം? ശരിക്കും ശ്രദ്ധിച്ചു നോക്കും. നല്ല മനോഹരല്ലേ? എന്താണ് പറഞ്ഞ വാചകം? അൻ തുഈന ഖൗമക അലൽ ദുൽമി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ആളുകളെ നീ ദുൽമിന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മറ്റൊന്നല്ല. അതായത് നമ്മുടെ ഒരു മുസ്ലിമായ മനുഷ്യൻ തെറ്റ് ചെയ്താൽ അതിന് സഹായിക്കുക. ഉദാഹരണമായി ഈ നാട്ടിൽ ഒരു മുസ്ലിമിന്റെ കയ്യിൽ ഒരു വീഴ്ച വന്നു. പ്രശ്നം അവനും ഒരു അമുസ്ലിമും തമ്മിലാണെന്നിരിക്കട്ടെ. മുസ്ലിമിന്റെ കയ്യിൽ വന്ന വീഴ്ചയാണ് നമുക്ക് ബോധ്യം. അത് ബോധ്യമുണ്ടെങ്കിൽ ഈ മുസ്ലിമിനെ നമ്മൾ ന്യായീകരിച്ചാൽ ഹിന്ദുക്കൾക്ക് എന്ത് തോന്നും? അത് അവരാളായത് കൊണ്ട് അവരെ ന്യായീകരിച്ചു, അപ്പൊ അവരൊരു ഗ്രൂപ്പ് തന്നെയാണ് എന്നൊരു തോന്നലും. അത് അവർക്ക് നമ്മളോടൊരു അകൽച്ച ഉണ്ടാകും. രണ്ടു കൂട്ടരും അകലും. അസബിയത്ത് എന്ന് പറഞ്ഞാൽ ഗോത്രം. ഇപ്പൊ ഒരു കുടുംബം, ഇപ്പൊ ഏതെങ്കിലും ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു, ആ കുടുംബക്കാർ അവനെ ന്യായീകരിച്ചു. ബാക്കി കുടുംബക്കാർക്കൊക്കെ അവരോട് ദേഷ്യവും. കാരണം എന്തുകൊണ്ട്? ഇവൻ ചെയ്ത തെറ്റാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഗോത്രീയത, ഈ വർഗീയത വളരാതിരിക്കാൻ എന്ത് ചെയ്യണം? തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും ശരി, തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം. അതാ വേണ്ട. മുസ്ലിമായ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? മോനെ നീ ചെയ്തത് തെറ്റാണ്. അത് ഹിന്ദുവിനോടാണ് ചെയ്തെങ്കിൽ നീ മാപ്പ് പറഞ്ഞു. അല്ല വേറൊരു കുടുംബത്തോടാണ് ചെയ്തെങ്കിൽ അവരോട് മാപ്പ് പറ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് ആ തെറ്റ് തിരുത്തിച്ചാൽ പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിമിന്റെ കയ്യിൽ വീഴ്ച വന്നു. ഇവിടെ കുറെ അമുസ്ലിങ്ങൾ ജീവിക്കുന്നതിന് നമ്മുടെ കുട്ടിയുടെ കയ്യിലാണ് തെറ്റ് നമുക്ക് ബോധ്യായി. മറ്റവർ അമുസ്ലിങ്ങളാണ്. എടാ നീ അവരോട് ഒന്നും പറയാൻ പോകണ്ട, അത് നമുക്കവിടെ പിടിച്ചു നിൽക്കുക, അവരവർ പണി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താവും? അവർക്ക് കാലാകാലവും നമ്മളോട് വെറുപ്പുണ്ടാവും. കാരണം എന്തുകൊണ്ട്? അവരെ കൂട്ടത്തിൽപ്പെട്ട ആള് തെറ്റ് ചെയ്തുകൊണ്ട് അവർ ന്യായീകരിക്കാൻ തോന്നുന്നു. സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോനെ നീ തെറ്റാ ചെയ്തത്, ആ കുട്ടിയോട് നീ ചെയ്ത തെറ്റ, ക്ഷമ പറയണം. അവനെ വിളിച്ചു വരുത്തിട്ട് ഇവൻ ചെയ്ത് തെറ്റാണ്, കുടുംബക്കാർ പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചാലോ? അമുസ്ലിങ്ങളാകുന്ന ആളുകളുടെ മനസ്സിൽ നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാവും. അവർ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ടീമാണ്, അവർ തർക്കടില്ല. അങ്ങനത്തെ ഒരു തോന്നൽ വന്നാൽ അവർക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പ് കൂടും. ഇതല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചത്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഒറ്റ ഉദാഹരണം. മദീനയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ബനൂ ഗഫർ ഗോത്രത്തിൽപ്പെട്ട ഖതാദത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അവിടുത്തെ ഒരു പ്രമുഖ കുടുംബം. ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ പരേടത്ത് കുടുംബം പോലത്തെ ഒരു കുടുംബം ഉദാഹരണം പറയാം. ഖതാദത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പടയങ്കി കട്ടുകൊണ്ടുപോയത് ബനൂ ഗഫർ ഗോത്രത്തിൽപ്പെട്ട തുഅമത്ത് ബിൻ ഉബൈരിക് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഈ സംഭവം. ശരിക്കും ശ്രദ്ധിക്കണം. ഈ പറയുന്ന സഹസ്രമുള്ള ആളുകൾ ഇന്ന് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. മുസ്ലിം സമുദായത്തിൽ ജീവിക്കുന്ന ബനൂ ഗഫർ എന്ന് പറയുന്ന ഗോത്രത്തിലെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന്റെ പടയങ്കി കട്ടുകൊണ്ടുപോയി. അന്ന് പടയങ്കി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇന്ന് കാറ് പോലെ മോട്ടോർ ബൈക്ക് പോലെ ഒരു സാധനം എന്ന് മനസ്സിലായിക്കോളൂ. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ബൈക്ക് കളവ് പോയതുപോലെ കൂട്ടിക്കോളൂ. ഒരു പടയങ്കി കട്ടുകൊണ്ടുപോയി. ഈ പടയങ്കി കട്ടുകൊണ്ടുപോയിട്ട് ഒരു ജൂതന്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. ആ ജൂതന്റെ വീട്ടിൽ ആ സാധനം ഒളിപ്പിച്ചു വെച്ചു. ഇവൻ പോയി ജൂതനോട് പറഞ്ഞെന്തേ ഉള്ളൂ? ജൂതൻ സാധുവാണ്. ജൂതൻ സാധുവായതുകൊണ്ട് ജൂതനോട് പറഞ്ഞ സുഹൃത്തെ, ഇത് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, ഞാൻ എനിക്ക് ആവശ്യമുണ്ട് എടുത്തോളാം, നീ അവിടെ വെച്ചോന്ന് ഇത്രേ പറഞ്ഞു. താരീഖിലുണ്ട്. ഏതുപോലെ നമ്മുടെ നാട്ടിലൊരു മുസ്ലിം കുട്ടി വേറൊരാളെ കയ്യിൽ നിന്ന് സാധനം കട്ടെടുത്തിട്ട് ഒരു ഹിന്ദു വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ ഹിന്ദുവിനോട് പറഞ്ഞു, സുഹൃത്തെ അവിടെ വെച്ചോ, ഞാൻ കുറച്ച് ദിവസം കണ്ട് എടുത്തോളാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് പോയി. ഈ സാധനം നഷ്ടപ്പെട്ട ആൾ അന്വേഷിച്ച് അവസാനം ഈ ജൂതന്റെ വീട്ടിൽ ഈ സാധനം ഉണ്ടെന്ന് എങ്ങനെയോ അറിഞ്ഞ് പോയി പിടിച്ചപ്പോ ജൂതൻ പ്രതി. നഷ്ടപ്പെട്ട ആള് പറഞ്ഞു, നീ ഇത് കട്ടുകൊണ്ടെന്ന് വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ ജൂതൻ സത്യം പറഞ്ഞു, സുഹൃത്തെ ഞാൻ കട്ടതല്ല, എന്റെ കയ്യിൽ ഇത് ഒരാൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ആരാ കൊണ്ടുവന്ന് വെച്ചോന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ സത്യം പറഞ്ഞു, എന്റെ കയ്യിൽ ഇത് കൊണ്ടുവന്നത് തുഅമത്ത് ബിൻ ഉബൈരിക് എന്ന് പറയുന്ന ബനൂ ഗഫർ ഗോത്രത്തിലെ ഒരു ആളാണ്.
അയാൾ എന്നോട് പറഞ്ഞത് ഇതിവിടെ സൂക്ഷിച്ചു വെക്കാനാണ്, ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ കൊടുക്കണമെന്നും കരാറുണ്ട്. അത്രേ ഞാൻ ഏറ്റിട്ടുള്ളൂ, ഞാൻ കട്ടതല്ല, ഞാൻ എടുത്തതല്ല, എന്നെ നിങ്ങൾ സംശയിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ഇവർ ബനൂ ദഫർ ഗോത്രത്തിനെ സമീപിച്ചു. ബനൂ ദഫർ ഗോത്രത്തിനെ സമീപിച്ച് അവരോട് പറഞ്ഞു, നമ്മളെ ഗോത്രത്തിൽപ്പെട്ട ഇന്നയാള് ഒരു പടയങ്കി കെട്ട് ഇന്നയാളെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടല്ലോ. അത് കേട്ടതോടുകൂടി ആ കുടുംബക്കാർക്ക് വല്ലാത്തൊരു മനപ്രയാസം. ആ കുടുംബക്കാർക്ക് അവരെ കൂടുതൽ ഒരു കള്ളനുണ്ടെന്ന് കേട്ടപ്പോഴേക്കും വല്ലാത്ത സങ്കടം. അത് സമ്മതിച്ചു കൊടുക്കാൻ അവർ തയ്യാറല്ല. ഞങ്ങളെ കൂടുതൽ ഒരു കള്ളൻ ഉണ്ടാവൂല എന്ന് അവരെ വാദം. അവരത് നിഷേധിച്ച് തൊഴുമത്തിനെ വിളിപ്പിച്ചു. ഒറ്റ തൊഴുമ, നീ ഇങ്ങനെ ചെയ്തോ? അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു. ഉടനെ തന്നെ അവര് പറഞ്ഞു, നീ അങ്ങനെ ചെയ്തെങ്കിൽ നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ഒരു കള്ളൻ ഉണ്ടാവാൻ പാടില്ല. അവിടെ നീ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയണം. നീ ചെയ്തിട്ടില്ല എന്ന് പറയണം. നീ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം. അവസാനം ഈ കേസ് ചെന്നുപെടുക അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഈ കേസ് വരുമ്പോൾ നീ നിഷേധിച്ച പ്രശ്നം തീർന്നു, മാനക്കേടുന്ന് ഒഴിവാ നമുക്ക് ഗൂഢാലോചന നടത്തി പദ്ധതിയൊക്കെ തയ്യാറാക്കി റെഡിയാക്കി അവിടെ വെച്ചു. ഇവനത് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ പ്രശ്നം അവസാനം രൂക്ഷമായി. പാവൻ ജൂതൻ പിടിയിലായി. ജൂതന്റെ ഭാഗത്ത് ജൂതന്മാരൊക്കെ അണിനിരന്നു. കാരണം അവൻ ജൂതൻ പറഞ്ഞു, ഞാനിത് കട്ടിട്ടില്ല, മുസ്ലിങ്ങളെ കൂടുതൽപ്പെട്ട ഇന്ന ആള് കൊണ്ടുവന്ന് വെച്ച് ഞാൻ അബദ്ധത്തിൽ ചാടിയതാണ്. ഇപ്പൊ അവരെന്നെ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്, ഞാൻ എന്ത് ചെയ്യും? ജൂതന്മാരൊക്കെ അവന്റെ കൂട്ടത്തിൽ കൂടി. മുസ്ലിങ്ങളും ജൂതന്മാരും മദീനയിൽ ഒരുമിച്ച് നിൽക്കുന്ന കാലവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമം അംഗീകരിക്കപ്പെടുന്ന കാലമാണ്. രൂക്ഷമായ പ്രശ്നത്തിൽ ഒരു ഭാഗത്ത് ജൂതന്മാർ, ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ബനൂ ദഫർ ഗോത്രക്കാരും തൊഴുമത്ത് ബനൂ ബൈരിക്കും, ഇവരുടെ കൂട്ടത്തിൽ ജൂതനും. പ്രശ്നമായി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വന്നു റസൂലുള്ളാഹി ചോദിച്ചു ജൂതനോട്, നീയാണ് ഈ സാധനം കട്ടെടുത്തത്, നിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്, നിനക്കെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. പാവപ്പെട്ട ജൂതൻ പറഞ്ഞു, ഞാൻ കട്ടിട്ടില്ല, എന്റെ വീട്ടിലൊരു സാധനം കൊണ്ടുവന്ന് വെച്ചപ്പോ വെച്ചവനൊരു സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അത് ഇന്ന ആളാണ് കൊണ്ടുവന്ന് വെച്ചത്, അവൻ ഇന്നതാണ് എന്നോട് പറഞ്ഞത്, സൂക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ തൊഴുമത്ത് ബനൂ ഉബൈരിക്കിനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു. അവൻ ഉടനെ പറഞ്ഞു, ഞാൻ കട്ടിട്ടില്ല. അവന്റെ ഗോത്രക്കാർ അവനെ ചുമതലപ്പെടുത്തിയതുപോലെ അവൻ ഗോത്രത്തെ രക്ഷിക്കാൻ വേണ്ടി കട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ ആകെ ബുദ്ധിമുട്ടിലായി. പക്ഷെ സാഹചര്യ തെളിവ് മുഴുവൻ ജൂതനെതിരാണ്. ജൂതൻ രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം ഒരാളെ കണ്ടെത്തിയതാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ ഏത് കോടതിക്കും മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവൻ കൊണ്ടുപോയി വെച്ചതിന് വേറെ ഒരു സാക്ഷിയില്ല. അപ്പൊ ജൂതന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് കൊണ്ട് ജൂതൻ തന്നെയാണ് പ്രതി. തർക്കമറ്റ സംഗതിയാണ്. വിധി പറയാൻ പോകും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറയാൻ പോവാൻ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, വിധി പറയാൻ പോവാൻ. വിധി പറയാൻ വേണ്ടി പ്രവാചകർ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. അള്ളാഹിന്റെ റസൂലിന്റെ നാവിന്റെ തുമ്പത്തുനിന്ന് ഹക്കിനെതിരെ വരാൻ പാടില്ലല്ലോ. അള്ളാഹിന്റെ റസൂലിന്റെ നാക്കിൻ തുമ്പിൽ നിന്ന് ഹക്കിനെതിരെ ഒരു വാക്ക് വരാൻ പാടില്ല. അത് അള്ളാഹ് കാക്കും. മഅസൂമികളാണ് പ്രവാചകർ. പ്രവാചകർ ഇപ്പൊ അവിടെ വിധി നമ്മൾ പറയും പോലെ പറഞ്ഞാൽ ജൂതനെതിരെ ശിക്ഷ കിട്ടും, അവൻ പ്രതിയാവും, അവൻ കട്ടൂന്ന് വരും. പക്ഷേ ഈ വിധി പറയാൻ വേണ്ടി പ്രവാചകർ നിൽക്കുന്ന സമയത്ത് അതാ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അതാ വന്നു ഖുർആന്റെ സന്ദേശം നേരിട്ട് വരികയാണ്. എന്താ പരിശുദ്ധ ഖുർആന്റെ സന്ദേശം വരുന്നത്? ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ, പ്രവാചകരെ നിങ്ങൾക്ക് നാം ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട്. ലിതഹ്കുമ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കാൻ വേണ്ടി. വലാ തകുല്ലിൽ ഖായിനീന ഖസീമാ, അല്ലാഹുവിന്റെ പ്രവാചകരെ വഞ്ചകന്മാർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കരുത്. ഇത് വഞ്ചനയാണ്, കൊടും ചതിയാണ്. ഈ ജൂതനെ പ്രതിയാക്കുന്ന കൊടും ചതിയാണ്. കണ്ട ഖുർആൻ സത്യം പറയുകയാണ്. എന്നിട്ട് ആ വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ അല്ലാഹു നീട്ടിപ്പരത്തിക്കൊണ്ട് പറഞ്ഞു, യസ്തഗ്ഫൂന മിനന്നാസ്, ഈ ആളുകൾ സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. ലാ യസ്തഗ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു, പടച്ചറബിനെ മറച്ചു വെക്കാൻ കഴിയില്ല. വഹുവ മഅഹും ഇത് യുബയ്യിതൂന മാ ലാ യർളഅ മിനൽ ഖൗൽ, ഇഷ്ടപ്പെടാത്ത വാക്ക് പറയുന്നതിന് വേണ്ടി അവർ ഗൂഢാലോചന നടത്തി, കളവ് പറയാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. അപ്പൊ അല്ലാഹു മഅഹും, പടച്ചവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവര് ഗൂഢാലോചന നടത്തി. ഞാൻ അറിഞ്ഞിട്ട്